അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂരമീൻ കറി വയ്ക്കാനാണ്. ചട്ടി വെച്ചു, എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. വേറെ വീഡിയോ ഒന്നും നമുക്കൊന്നും ഇടാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കാനുള്ളൂ. അപ്പോൾ കറിയൊക്കെ നേരത്തെ തന്നെ വെച്ച് വെക്കാനാണ് കേട്ടോ. മീൻ കറിയൊക്കെ നേരത്തെ വെച്ച് വെക്കാനാണ്. ഇനി ഒരു 3 പച്ചമുളകും 2 തക്കാളിയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേശ്ശെ തന്നെ ഇപ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഇന്നലെ പൊക്കവട ഉണ്ടാക്കിയതിലും പത്തിരി ഉണ്ടാക്കിയതിലും എല്ലാം കുറച്ച് ഉപ്പ് കൂടുതലായി പോയി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തിക്കോളൂ. ഇതവിടെ ചെറിയ തീയിൽ കിടന്ന് ഒന്ന് വഴറ്റി അങ്ങോട്ട് വരട്ടെ, ഒന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങയൊക്കെ അരച്ച് വെച്ചു കേട്ടോ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, ചെറിയുള്ളി കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് അരച്ചതാണ്. ഞാൻ എൻ്റെ ഒരു അളവിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരപ്പ് ഇനി ഇതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പുളിവെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ഇത് അതിൽ മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. കറി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നല്ലോണം കട്ടിയാവും. ഇനി ഉപ്പൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഉപ്പൊന്നും ഇപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ. അതിനുശേഷം മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂരമീൻ വെക്കുന്നത് കുറച്ച് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ കറി ഒരുപാട് തിക്കായിട്ടുള്ളത് അധികം ഇഷ്ടമല്ല കേട്ടോ. തേങ്ങ അരച്ചൊക്കെ കറി വെക്കുമ്പോൾ ഒരുപാട് കട്ടിക്ക് വെക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ കുറച്ച് ചാറോടെ വെക്കണം കേട്ടോ. അപ്പോൾ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീനും മുരിങ്ങക്കായും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് തന്നാണ് കേട്ടോ. അവർക്ക് ഈ ചെറിയ ചൂരയാണ്, എലിച്ചൂര എന്നാണ് ഇതിന് പറയുക. അവർക്ക് ഈ ചൂരമീൻ തലയോടെ തല ഇങ്ങനെ ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ നല്ല ഇഷ്ടം. പല്ല് തേക്കണം. എത്ര പ്രാവശ്യം പല്ല് തേക്കും എൻ്റെ കുട്ടി? 9 പ്രാവശ്യം പല്ല് തേക്കുമോ? മീനൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അമ്മ കറി വെച്ചിട്ട് പല്ല് തേക്കാട്ടെ. ഇനി പല്ല് തേക്കാം. വെളിയിൽ പോ. ഇനി ഇതാ മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ചൂരമീൻ അത്യാവശ്യം വേവൊക്കെ ഉള്ളതല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂരമീനിൻ്റെ കൂടെ ഇതുപോലെ മുരിങ്ങക്കായൊക്കെ ഇട്ട് കറി വയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇനി കറി തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും വട്ടത്തിലൊക്കെ മുറിച്ച് താളിച്ചൊക്കെ ഒഴിക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്ന് അങ്ങോട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്കും കറിയൊക്കെ അങ്ങോട്ട് സെറ്റാവും. അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടെങ്കിലും കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി ഇരുന്ന് കുറുകും കേട്ടോ. പിന്നെ നമ്മൾ മൺചട്ടിയിലല്ലേ കറി വെച്ചിരിക്കുന്നത് തന്നെ. ചെറിയ തീയിലിരുന്ന് ഇനി വെന്ത് വരട്ടെ.
നോമ്പ് തുറക്കാൻ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. കടലക്കറിയും നമ്മൾ സുന്ദരിക്കടല ഉണ്ടല്ലോ അതാണ്. അപ്പോൾ കടലിൻ്റെ കൂടെ തന്നെ കിഴങ്ങും തക്കാളിയും ഉള്ളി എല്ലാം ഒരുമിച്ചിട്ടിട്ട് മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ട് വിസിലടിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ നൂൽപുട്ടിൻ്റെ പണി ഇതാ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നൂൽപുട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പൊരിക്കടികളോ അങ്ങനെ തരിക്കഞ്ഞോ വേറെ ഒന്നുമില്ല കേട്ടോ. ജ്യൂസോ അങ്ങനെയൊന്നുമില്ല. ഇന്ന് വെറും കലക്കിയ വെള്ളവും തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്, അതും തന്നെ കേട്ടോ. അപ്പോൾ ഇന്നൊന്നിനും വയ്യ, നമുക്കിന്നൊന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ നോമ്പ് തുറക്കേണ്ട നേരമൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഞങ്ങളൊരു കുക്കമ്പറും കുറച്ച് തണ്ണിമത്തിനൊരു ഓറഞ്ചും കലക്കിയും പിന്നെ കലക്കിയ വെള്ളവും എല്ലാം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.